ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയല്ലോ. നമുക്ക് രാവിലെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ ലഞ്ച് ബോക്സിലേക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും പറ്റുന്നതും നല്ല ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നതായിട്ട് നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് ഒരു 250 ഗ്രാമോളം ബോൺലെസ് ചിക്കൻ എടുക്കാം. അത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/4 ടീസ്പൂണും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂണോളം പുളിപ്പില്ലാത്ത തൈരും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സ് ചെയ്ത് ചിക്കൻ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിന് ആവശ്യമായിട്ടുള്ളൊരു സോസ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മയോണൈസ് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒട്ടും ഉപയോഗിക്കാത്ത മയോണൈസ് ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് സ്കൂളിലൊക്കെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതാട്ടോ നല്ലത്. അപ്പോൾ അതിന് തന്നെ 1 കപ്പോളം നമുക്ക് നല്ല തണുത്ത സൺഫ്ലവർ ഓയിൽ എടുക്കണം. 1/2 കപ്പോളം പാൽ എടുക്കുക. അപ്പോൾ ഇത് പകുതിയായിട്ട് വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ നമുക്ക് അടിച്ചെടുക്കാനും മുഴുവനായിട്ട് ഒരുമിച്ച് അടിക്കരുത്. ഇതിലേക്ക് നമുക്ക് 2 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാരയും 1/4 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/4 ടീസ്പൂണോളം നമുക്ക് ചെറുനാരങ്ങ നീരും കൂടി വെച്ചെടുത്ത് നന്നായിട്ട് ഇതുപോലെ കുറച്ച് ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം കേട്ടോ. ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ വെച്ച് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സവാള അതിൻ്റെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ സവാളിൻ്റെ കളർ മാറി വരുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ കളർ എങ്ങനെയാണ് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം കേട്ടോ. നമുക്ക് കുറച്ച് ഫ്രൈ ആയിട്ടാണ് വേണമെന്നാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ഇത് കുക്കായി വന്നതിന് ശേഷം ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തതുപോലെ എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ചിക്കൻ കുക്കായ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഫ്രൈ ആയിട്ടുള്ള ചിക്കനാണ് ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഫ്രൈ ആക്കിയിട്ട് വരുന്നത് വരെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ചിക്കൻ നന്നായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു അത്യാവശ്യം ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ചപ്പാത്തി എടുക്കാം കേട്ടോ. അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോസും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ്റെ മസാലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ചപ്പാത്തി ലഞ്ച് ബോക്സിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കുട്ടിക്ക് പെട്ടെന്ന് അത് കുറച്ച് ഹാർഡായി പോകുമല്ലോ. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് കുഴക്കുന്ന സമയത്ത് കുറച്ച് പാൽ വെച്ചെടുക്കുക. എന്നിട്ട് കുഴച്ചിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാൻ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിനെ കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ വേറൊരു കാര്യം കൂടിയിട്ട് നമുക്ക് രാവിലെ തിരക്കിട്ട് ചപ്പാത്തി വരുത്താനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് രാത്രി പരത്തി വെക്കാം കേട്ടോ. ഒരു ചപ്പാത്തി പരത്തിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ചപ്പാത്തി വെച്ച് കൊടുക്കുക. അങ്ങനെ നമുക്ക് എത്ര ചപ്പാത്തി വേണമെങ്കിലും വെക്കാം കേട്ടോ. ഒരു വ്യത്യാസം ഉണ്ടാവില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെയായിരിക്കും. ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ രാവിലെ നമ്മൾ ചൂടുന്ന കുറച്ച് മുമ്പ് എടുത്ത് പുറത്ത് വെക്കുക. എന്നിട്ട് എടുത്തിട്ട് ചൂടാം. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. നമുക്ക് ഈ ചപ്പാത്തി റോളിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ചിക്കൻ കാത്തി റോള് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ പിന്നെ കാണാം. ബൈ, താങ്ക് യു.